കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ടീം ഗില്ലിനെ 2020 ഫോർമാറ്റിൽ ക്യാപ്റ്റനാകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മുൻ താരം മുഹമ്മദ് ഹൈഫ് അഭിപ്രായപ്പെട്ടു. ഇതിനാലാണ് സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് സ്ഥാനം മാറ്റിയത്. കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചത് ഇന്ത്യയുടെ ദീർഘകാല പദ്ധതികൾക്ക് മുന്നൊരുക്കമായിട്ടാണ് മുഹമ്മദ് ഹൈഫ് കണ്ടത്. വൈസ് ക്യാപ്റ്റനായ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഏകദേശം ടീമിൽ സ്ഥിരമായിരുന്നു. ഇത് മുന്നൊരുക്കത്തിന് കാരണമായി സഞ്ജുവിനെ പുറത്താക്കാനുള്ള കാരണമായി മുഹമ്മദ് ഹൈഫ് ചൂണ്ടിക്കാണിച്ചു. സമയം നല്ല ഫോമിലായിരുന്ന സഞ്ജു സാംസനെ ഒടുവിൽ നിന്ന് ടീം 11 പുറത്താക്കി. പിന്നെ ടീം തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം തന്നെ അധികം താമസിക്കാതെ വരും എന്നും മുഹമ്മദ് ഹൈഫ് അഭിപ്രായപ്പെട്ടു. എന്തായാലും സമീപകാലത്തായിട്ട് ഗില്ലിൻ്റെ ഫോം T20 അത്ര ആശാവഹമല്ല. മകനിൽ വൈസ് ക്യാപ്റ്റൻ ആയതിനാൽ ഫോമിലല്ലെങ്കിലും എല്ലാ കളിയിലും സഞ്ജു ബാക്കപ്പ് ഓപ്പണറായിട്ട് മാത്രം ടീമിൽ കാണും. മിക്ക കളിയിലും പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യം തുടങ്ങും. ഇത് ഏറ്റവും കൂടുതൽ ഭീഷണിയാവുന്ന മികച്ച ഫോമിലുള്ള 2 ബാറ്റർക്കാണ് മുഹമ്മദ് ഹൈഫ് അഭിപ്രായപ്പെട്ടത്. അതിലൊന്ന് ടെസ്റ്റ് ഓപ്പണറും വെടിക്കെട്ട് ഓപ്പണറുമായ ജയ്സ്വാളിനും സഞ്ജുവിനുമാണ് മുഹമ്മദ് ഹൈഫ് ചൂണ്ടിക്കാണിച്ചത്. സഞ്ജു സാംസണേക്കാൾ 5ാം നമ്പറിൽ 6ാം നമ്പറിൽ മികച്ച ഫിനിഷറായിട്ട് ജിതേഷ് ശർമ്മ ആണ് അവരെ കാണുന്നത്. സഞ്ജുവിന് മികച്ച റെക്കോർഡുണ്ടെങ്കിലും ഗില്ലിനെ ഭാവിയെ ക്യാപ്റ്റനായിട്ടും ഓപ്പണറായിട്ടും പരിശീലിപ്പിക്കുന്നതിൽ സഞ്ജുവിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. റെക്കോർഡ് 150 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിട്ടും സഞ്ജുവിന് സാന്നിധ്യമാകാൻ സാധിക്കുന്നില്ല. ഇത് ഗൗതം ഗംഭീറിനും സൂര്യക്കും സഞ്ജുവിന് താല്പര്യമുണ്ടെങ്കിലും സെലക്ടർമാരിൽ ചിലർ അത് സമ്മതിക്കുന്നില്ല എന്നാണ് ടീം മാനേജ്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗോസിപ്പ്. അവർക്ക് താല്പര്യമുള്ളവരെ ഇപ്പോൾ നോക്കി കളിപ്പിക്കുന്നു. ഇങ്ങനെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് മുഹമ്മദ് ഹൈഫ് തുറന്നടിച്ചത്. മുൻ ഓപ്പണർ ആകാശ് ചോപ്രയും സഞ്ജുവിൻ്റെ റോൾ ചോദ്യം ചെയ്തു. അത് സഞ്ജുവിൻ്റെ ഭാവിനെ ബാധിക്കും എന്നും ചോപ്ര അഭിപ്രായപ്പെട്ടു. പരമ്പരയിലെ മൊത്തം പരാജയമായിട്ട് പോലും ഗില്ലിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. സഞ്ജു ഒരു കളിയിൽ മാത്രം ഫോമൗട്ടായി ഇപ്പോൾ സഞ്ജുവിനെ എടുത്ത് മാറ്റി. ടീമിൽ സ്ഥാനം ഉണ്ടാവില്ല എന്നും പിന്നെ നന്നായി കളിക്കണം എന്നുമാണ് ഗൗതം ഗംഭീർ പറഞ്ഞതായിട്ട് സഞ്ജുവിനെ അടുത്ത് അറിയാവുന്നവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്ര പിന്തുണച്ച ഒരു കോച്ചിങ് ക്യാപ്റ്റൻ ഉണ്ടാവില്ല. എന്നാൽ ആ പിന്തുണ ഇപ്പോൾ കുറഞ്ഞു വരുന്നു. ഇത് നമുക്ക് സൃഷ്ടിച്ച് കളി കാണുന്നവർക്ക് മനസ്സിലാകും. ഇനി എന്താ സഞ്ജുവിൻ്റെ കരിയറിൽ സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സഞ്ജുവിൻ്റെ ഭാവിനെ പറ്റി ഗില്ല് ഓപ്പണറായിട്ട് തുടരുമോ, അത് സഞ്ജുവിന് ഇനി അവസരം കിട്ടുമോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.